കൊട്ടേച്ചറ കൊടുത്തോക്ക് എന്താ കൊണ്ട് കൊടുത്ത എന്തേ അടിപൊളി എന്താ അടിപൊളി ബൂട്ടി അത് ഇട്ടോക്ക്. എന്താ ഇവിടെ? ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വ്ളോഗിന് കുറേ പ്രത്യേകത ഉണ്ട്. കാരണം നാട്ടിൽ നിന്ന് ഞാൻ ഇതുവരെയും വ്ളോഗ് എടുത്തിട്ടില്ല. നാട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് വ്ളോഗ്. പിന്നെ അതല്ലാതെ ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ ഒരു വ്ളോഗാണ്. 2-3 മാസമായിട്ട് അനിയന്മാർ ഇങ്ങനെ പറയുന്നുണ്ട് ബൂട്ട് വാങ്ങി തരും. അപ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നിനക്ക് ഒരു ബൂട്ട് വാങ്ങി കൊടുക്കലുമായി, അതെടുത്തൊരു വ്ളോഗാക്കി ഇടലുമായി. കുറേ കാലമായില്ലേ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, കണ്ടന്റ് ഇല്ല. പിന്നെ നമ്മളെ ചെക്കന് നാട്ടിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. അവൻ വന്നാലേ അടുത്ത വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. അപ്പം ഇനി ഒരു അനിയനും കൂട്ടിയിട്ടാണ് ഞാൻ എന്താക്കണത്, ബൂട്ട് വാങ്ങാൻ പോകുന്നത്. എനിക്കറിയില്ല, അവനോട് മാമാൻ്റെ വീട്ടിൽ കണ്ടിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഈ സ്പോർട്സ് ഷോപ്പ് പോയിട്ട് അവൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ കണ്ടറിയാം. അങ്ങനെ ഞങ്ങൾ ബൂട്ട് വാങ്ങാനുള്ള സ്പോർട്സ് ഷോപ്പിലെത്തി. പോവാ എങ്ങട്ടാ? ഇവിടെ സാധനം വാങ്ങണ്ടേ? ആ ബേക്കറി അല്ലേ? എന്നിട്ടല്ലേ മേലേക്ക്? മേലെന്താ കേറെന്താ എന്താ വിട്ടിക്കണി? മേലെന്താ എനിക്കാണ് നോക്കണേ. ഗൈസ് മൂഞ്ചി ചെക്കിന് ആറ്റുമായിട്ട് ബൂട്ട് വാങ്ങാൻ വന്നപ്പോ കാരണം ക്ലോസാ. വെയിറ്റ് ചെയ്തൊക്കെ ചെക്കന്മാർ വരും. ബാക്കി ഉള്ളിൽ കയറിയിട്ട് കാണാം. എന്തേ എന്നാ മന്ദടിച്ചിക്കണ്? ഇന്ന് ബൂട്ടുണ്ടാവോ? ആണോ? വേറൊരുത്തിനും കൂടി ഉണ്ടോ? കരഞ്ഞു നിൽക്കുന്നുണ്ട് വീട്ടില്. നിങ്ങളുടെ ഉപ്പ വരാറ് പോകുന്നതാണ്, എനിക്കും അറിയില്ല. ബൂട്ടിട്ട് എന്താ എന്റെ ഭാവി പരിപാടി? പന്തളിച്ചാൻ പോണം. ഗ്രൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക്? ആ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഗ്രൗണ്ടോ? ആ ഇവന് ഒരു അടിപൊളി വ്ളോഗറാട്ടോ. ഇങ്ങനെ ഇമ്മാൻ്റെ ഫോൺ എടുത്തിട്ട് കുറെ വ്ളോഗും കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോസ് ഞാൻ എന്നിൽ ഇടാൻ പറ്റും നോക്കട്ടെ. ഇടാൻ പറ്റുന്നുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്താ അറിയില്ല, ഇപ്പം ഫുൾ മടിയാണല്ലോ. എന്താ എന്നാലും മടിയൊന്നുമില്ല. എന്നാലും നമ്മള് ഇത് സർപ്രൈസ് ആയിട്ട് വന്നാലേ ചെറിയില്ലല്ലോ. ജിമ്മച്ചിന്റെ മുകളിൽ വ്ളോഗ് എടുക്കുമ്പോ ഇങ്ങനെ നല്ലല്ലോ കേട്ട്. അത് ഒറ്റക്കല്ല, അങ്ങനെ ആർക്കും ഇതാക്കുന്നില്ലല്ലോ. ഇപ്പൊ ആരാന്റെ പോലത്? ഇത് കുറച്ചേരം ഇതാക്കൂലേ? എന്ത് കുറച്ചേരം കഴിഞ്ഞാലേ ഒരു 12 എത്തൂലേ? അതിനെല്ലാം എടുക്കണേ. അപ്പൊ എന്തിനാ എടുക്കണത്? ഞാൻ വെറുതെ എടുക്കാല്ലേ ഗാലറി കൂടെ. ഇപ്പൊ എന്തെങ്കിലും നോക്കാം. എത്തിയിട്ട് ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി വീട്ടിലെത്തിയിട്ട് മറ്റവൻ്റെ ഇത് കാണിച്ചു തരാം. നോക്കിയാൽ മതി ഏതെങ്കിലും. എന്താ നോക്കിക്കണേ? എന്താ പറയണ്ടേ? സന്തോഷം, ഹാപ്പി ആയി ഹാപ്പി എന്താ പറഞ്ഞു പറയണ അറിയണ്ടല്ലോ. ആകെ മൂഞ്ചി കൈസ്, പറയാ. താങ്കൾക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? വേറൊരുത്തിനും ഉണ്ടാറില്ലേ? അവനോട് ഞാൻ എന്താ വരാറ് പോകുന്നതാണ്, സർപ്രൈസ് പോന്നാ. പക്ഷെ ബോട്ടിന്റെ സൈസ് നോക്കാൻ വേണ്ടി വിളിച്ചപ്പോ ഓന് പറഞ്ഞു. അപ്പോൾ ആ സർപ്രൈസ് അവിടെ പൊളിഞ്ഞു. എല്ലാം ചീറ്റി പോയി ഗൈസ്. ഫസ്റ്റ് ആയതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് റെഡിയാക്കാം. ഇതിൽ നമുക്ക് പോയേക്കാം. എന്നിട്ട് എന്താ എൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ബൂട്ടാണ്. ഓൻക്കുണ്ടേ.
എന്താ നോക്ക് തുറന്നോക്ക് കൗക്കട്ടയച്ചേരണോ കൗക്കട്ടയച്ചേരാ കൊടുത്തോക്ക് രസമുണ്ടോ അല്ല വേണ്ട കൊണ്ടേ കൊടുക്കാം നമുക്ക് കിട്ടും കൊണ്ട എന്താ ഇഷ്ടപ്പെട്ടോ കൊണ്ടേ കൊടുക്കട്ടെ കൊണ്ടേ കൊടുത്ത എന്താ വേണ്ട ഓട്ടി ഉരുട്ടി കൂടെ ഉരുട്ടി രസമായോ ഇഷ്ടപ്പെട്ടോ അങ്ങനെയല്ല കൊണ്ട ഞാൻ കാണിച്ചോ കേട്ടോ ഇഷ്ടപ്പെട്ടോ വെക്ക് അടുത്ത് മിന്നെ കുറിച്ച് അങ്ങനെയല്ല കോട്ട ഇങ്ങനെ കേട്ടോ ഇങ്ങനെ എടുക്കുക ഇങ്ങോട്ട് വെക്കുക അടിപൊളി എന്താ അടിപൊളി അത് ഇട്ടോക്കെ സൈസ് രസമുണ്ടോ 300 വാങ്ങിക്കൊണ്ടോ കേട്ടോ എന്ത് ചെയ്തു കാക്കൂന് കാട്ടി കൊടുക്കണ്ടേ താങ്ക് യു എന്ത് കാട്ടി കൊടുക്കണോ വേണ്ട ആരാ പേര് വരാ ഇഷ്ടപ്പെട്ടോ ഇനി കൊണ്ടേ കൊടുക്കല്ലേ നമുക്ക് എന്തേ എന്തേ തയ്റ്റാൻ പറഞ്ഞോ ഇന്നലെ ലാസ്റ്റ് ഞാൻ 2 വീഡിയോ കാണിച്ചു കേട്ടോ സ്പെഷ്യൽ വീഡിയോ ഉണ്ട് സ്കിപ്പ് അടിക്കാതെ കണ്ടോളി രണ്ട് പേരുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ കൂട്ട് നല്ല രസമുണ്ട് അപ്പൊ പറയാനുള്ളത് ഇതാണ് നമ്മൾ പറയാനുള്ളത് നമ്മളെ കൂട്ട് ചുരുക്കൊക്കെ ഉണ്ട് നല്ല പാകമൊക്കെയാണ് നമ്മള് മാമാനുടിക്കാരനെ കൊണ്ടുപോയതാണ് അപ്പൊ കോപോനെ നിർത്തിയപ്പോ ഞാൻ പറഞ്ഞു കോക്ക പറഞ്ഞത് ബേക്കറി അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അടുക്ക് പോയെന്ന് പറഞ്ഞു മേലെയാണെന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഞാൻ കരുതി കട കടണ്ടേതി അപ്പൊ പിന്നെ അവൻ പറഞ്ഞു വേറെ തോന്നൊക്കെ പറഞ്ഞു അപ്പൊ അവിടെ കടന്റെ മുന്നിൽ പോയപ്പോഴാണ് മനസ്സിലായത് ബൂട്ട് അങ്ങനാണ് ഞങ്ങളെ ചെന്നപ്പോ കടയൊക്കെ അടച്ചിന് ഞാൻ കാക്കാനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കട അടിയിൽ പറഞ്ഞു അപ്പൊ ഞങ്ങൾ അടിയിൽ വരാൻ പറഞ്ഞു അപ്പൊ ബൂട്ട് ഇതാണ് ഞാൻ കൊറേ ദിവസം കൊണ്ട് പറയണതാണ് പക്ഷെ അവനോട് പറയണമെന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ ഞാൻ കുഴപ്പമില്ല അടിപൊളി കൂട്ട് വലിപ്പല്ല മാറ്റണം
എന്താ കോരി പിടിച്ചിക്കണേ? ഞാൻ സ്കൂളിൽ പോകുമ്പോ പറ്റും. ഞാൻ സ്കൂളിൽ പോകുമ്പോ അതൊന്ന് ഇറങ്ങിട്ട് പിന്നെ പറഞ്ഞു കൊടുക്ക്. കിട്ടും മണ്ടക്കറേ, മണ്ട കിട്ടും പറയാം. ഇപ്പൊ എന്തായാലും ഇത് മാറ്റേണ്ടി വരും. വേറെ വജ്ജില്ല. മൂഞ്ചി അപ്പളേ മറ്റേ വലിച്ചെടുത്താൽ മതി. ഇനി പോന പറഞ്ഞത് ഇത് ചെറുതാണ്, ഓൻ്റെ കാര്യം ചെറുതാണ്, മറ്റേ മറിച്ചാണ്. അപ്പളേ പറഞ്ഞു വലിച്ചെടുക്കാറ്. നിന്റെ കുറ്റം കണ്ടോ കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ അമ്മക്കിനെ സന്തോഷമാണ്. അപ്പോ അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ ബൈ ബൈ. അപ്പൊ എന്താക്കാ ഇത് ലാസ്റ്റ് ഞാൻ അവന്റെ വ്ളോഗിന്റെ ക്ലിപ്പുകളെ ആഡ് ആക്കാം. അവിടെയും കണ്ടിട്ട് ബൈ. നാസിബിന്റെ വ്ളോഗിലാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ മീൻ പിടിച്ചാൽ പോകാൻ ഡാൻസിനെയും കൊണ്ട് ഡാൻസോ മറ്റേ ഡാൻസ് മീൻ പിടിച്ചാൽ പോവാണ്. സ്കൂളിൽ സ്പോർട്സ് ആയതുകൊണ്ട് സ്കൂളില്ല. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങോട്ടാ പോണത്? ഇത് നമ്മളെ തോടെത്തിക്കണം ഗായ്സ്. നമ്മളെ തോട്, നമ്മളെ നാട്ടിൽ ഫേമസ് ആയി നടക്കണ തോട് ഗായ്സ്. തോട് എന്താണ് എന്തൊക്കെ പുറപ്പാടിൽ ചെന്ന് ഇറങ്ങിയിരിക്കുന്നു. ഓ ചൂണ്ടിലൊക്കെ ചൂണ്ടിൽ കൊളത്തുണ്ടാ. വേറെ എന്തിനല്ല ഉയരം. ബെസ്റ്റ് ഉയരം നോക്കും മത്സരത്തിലാർക്ക് കയറാം. ഫസ്റ്റ് ഡൗൺ കയറണം. ചേറി കൂടി മാത്രം. ഇങ്ങനെ പോയാലേ നമ്മളെ ഈ പെരണ്ടില്ലേ ഇതുപോലെ മതിൽ പൊളിഞ്ഞടിയിട്ട് ഒരു പുതിയത് ഇതാക്കിയതാണ്. അപ്പോൾ മേലത്തെ കോൺക്രീറ്റ് ഇവിടെ എന്താ വെള്ളം കെട്ടിണ്ട്. എന്തിനാണോ എന്തിനും ഇതായിട്ടുണ്ട് മതിൽ പൊളിഞ്ഞടി. അപ്പോൾ പോലെ ഇങ്ങനെ ആക്കിയാണ്. ആ മേലത്തെ കോൺക്രീറ്റ് ഉണ്ടാവുമല്ലോ, അത് എടുത്തുകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചു. ഇവിടെ ആകെ ഒരു പ്രശ്നം ഈ വേസ്റ്റുകളുണ്ടാവും ഇഷ്ടം. നമ്മളെ തൊട്ടിരുന്നാലേ മിക്ക എല്ലാ തൊട്ടിലുണ്ടാവും. വെള്ളം കമ്മിയാണ്. പക്ഷെ ഇപ്പുറത്തെ തൊട്ടിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. തൊട്ടിൽ വെള്ളമൊക്കെ ഉണ്ട്. ഇതാ നമ്മളെ ഇതാ നമ്മുടെ ഞൻസന്മാരെ മീൻപിടുത്തം നമുക്ക് പരിചയമായിട്ട് കാണിച്ചു തരാം. എന്താ ഇതാ ഒരു നിങ്ങളെന്താ പുയര കൊടുക്കുക? പുയര കൊടുക്കുകയാണ്. നമ്മളിപ്പുറത്ത് കണ്ടു കോങ്ങുന്തോട്ടാണ് നമ്മളിവിടെ അറിയപ്പെട്ട മജ്ജിദാക്കാറ്. ഇതൊക്കെ അയാൾ തന്നെയാണ്. ഇതൊക്കെ അയാൾ തന്നെയാണ്. ഇട്ടു മകനെ ഇട്ടു. ഓ മുറിച്ചു ഇതാ ഇതാണ് കഴിച്ചപ്പോൾ പോകുന്നത്. ഇതാണ് പോകുന്നത്. പൊങ്ങ് കിട്ടില്ലെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്.